വലിയ നടപ്പന്തലിലൂടെ ചെറിയ എന്താണ് 18-ാം പടിക്ക് താഴേക്ക് എത്തുന്നു. ആരവം വളരെ ദൂരെ കേൾക്കാം. ഇത് നടപ്പന്തലിലേക്ക് പ്രവേശിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വളരെ വേഗം പോകാൻ കഴിയും. നടപ്പന്തലിലേക്ക് വരുന്നു. കർപ്പൂരം കത്തിച്ച് എല്ലായിടത്തും സ്വീകരണം ഒരുക്കുകയാണ്. നോക്കൂ, നമ്മൾ 18-ാം പടിക്കൊക്കെ മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ, ഒരു കാഴ്ചയാണത്. ആ നടപ്പന്തലിലൂടെ ഒരു ജനങ്ങളുടെ ഒരു ആരവം ഇങ്ങനെ ആരവം കേൾക്കുകയാണല്ലോ. ഇത് ആരവം ഇങ്ങനെ കടന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നാം. അതിൻ്റെ മുൻഭാഗം 18-ാം പടിയുടെ താഴേക്ക് വരുന്നു. അതിൽ ഒരു ഭാഗം മാത്രമേ അവിടെ 18-ാം പടി ചവിട്ടാൻ അനുവാദമുള്ളൂ. ബാക്കിയുള്ളവർക്ക് അരയാൽ വലം വെച്ച് തിരികെ നടപ്പന്തലിലേക്ക് പോകണം. സുരക്ഷാ ഉദ്യോഗസ്ഥരായ സ്വാമിമാരെ നമുക്ക് കാണാം. ഈ 18-ാം പടിക്കൊക്കെ മുകളിൽ അയ്യപ്പ നമ്മൾ ശ്രീകോവിലിനൊക്കെ പുറത്ത് ആ ഉയർന്ന സ്ഥലത്ത് നിന്നാൽ കാണുന്ന കാഴ്ചയാണിത്. പോലീസ് അയ്യപ്പന്മാരുടെയൊക്കെ നടുവിലൂടെ പ്രത്യേകം യൂണിഫോം ഇട്ട വോളണ്ടിയേഴ്സ് അവരിങ്ങനെ കടന്നു വരികയാണ്. കേവലം വോളണ്ടിയേഴ്സ് എന്നതിനപ്പുറത്തേക്ക് അയ്യപ്പധർമ്മ പ്രചാരണത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൻ്റെ ഒരു ഘട്ടം മാറ്റിവെച്ചിട്ടുള്ളവർ കൂടിയാണ് അവരിങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലേച്ഛ ആത്മീയമായ ഒരു അനുഭവം എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിഫലം. അതൊക്കെ അതുമാത്രം മനസ്സിൽ കരുതി ഇങ്ങനെ ഈ അയ്യപ്പ പാതയിലൂടെ, ശരണപാതയിലൂടെ, തിരുവാഭരണ പാതയിലൂടെ തിരുവാഭരണ പേടകത്തെ അനുഗമിച്ച് അതിന് സുരക്ഷയൊരുക്കി അതിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം പ്രദാനം ചെയ്ത് കടന്നു വരുന്ന ആളുകൾ, അവരെ നമ്മൾ കാണുന്നു. ചിലർ ശംഖ് വിളിച്ച്, ചിലർ അവരുടെ കയ്യിലുള്ള ഗഞ്ചിറ എന്ന പരമ്പരാഗത വാദ്യോപകരണം മുഴക്കി, ശരണമന്ത്രങ്ങൾ മുഴക്കി അവരിങ്ങനെ കടന്നു വരുന്നു. അതിന് പുറകിലായി ഗുരുസ്വാമിമാരുണ്ട്. ഈ തിരുവാഭരണ പേടകങ്ങൾ ഏറ്റെടുത്ത് ഏതാണ്ട് 41 ദിവസത്തെ കഠിന വ്രതമെടുത്തത് അവർ നടക്കുകയല്ല, അവരിങ്ങനെ ഓടുകയാണ്. അവരിങ്ങനെ തീവട്ടി, അതിന് കർപ്പൂരാഴി ജ്വലിപ്പിച്ച് ഇങ്ങനെ ആട്ടിയാണ് വരുന്നത്. അതൊക്കെ യഥാർത്ഥത്തിൽ വലിയ കാഴ്ച തന്നെയാണ്. നമ്മൾ ഒരു പക്ഷേ സന്നിധാനത്ത് നിൽക്കുന്ന ആളുകൾക്കും ഭക്തിയുള്ളവർക്കോ ഇല്ലാത്തവർക്കോ ഒക്കെ ഒരു നിമിഷമെങ്കിലും നമ്മൾ അറിയാതെ ഒരു ശരണം വിളിച്ചു പോകുന്ന കാഴ്ച എന്ന് എല്ലാവരും പറയാറുള്ളത് ഈ കാഴ്ചയാണ്. അതിങ്ങനെ വീശി അതിലെ ഗുരുസ്വാമിമാർക്ക് വഴിതെളിച്ച് അവരെയൊക്കെ വഴിയിലൂടെ അവരെ അയ്യപ്പൻ്റെ അനുയായികളായി, അയ്യപ്പൻ്റെ പ്രതീകങ്ങളായി, പ്രതിപുരുഷന്മാരായി കണ്ട് അവരെ ഇങ്ങനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരികയാണ്. അവിടുത്തെ തീവട്ടിക്ക് നമ്മളിങ്ങനെ കൊമ്പുകളുള്ള തീവട്ടികളുണ്ട്. അതുകൂടാതെ കുത്തുവിളക്കുകൾക്ക് സമാനമായ തീവട്ടികളുണ്ട്. അത് ചമയവിളക്കെന്നൊക്കെ നാട്ടുഭാഷയിൽ പറയാറുണ്ട്. ആ ചമയവിളക്ക് ഉണ്ട്. അതൊരു ചമയം പോലെ ക്രമീകരിച്ച ചമയവിളക്കുകളുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ അത് പ്രത്യേക വഴിപാടുകൾ, പ്രത്യേക ദിവസങ്ങളിൽ ആ ചമയവിളക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ തീവട്ടിയുണ്ട്, ചമയവിളക്കുണ്ട്, കർപ്പൂരാഴിയുണ്ട്. അതിങ്ങനെ തെളിയിച്ച് സ്വീകരിച്ച് കടന്നു വരികയാണ്. നമുക്ക് അവിടെ നടപ്പന്തലിലും ക്യൂ കോംപ്ലക്സിലും ഒക്കെയുള്ള ദൃശ്യങ്ങൾ കാണാം. ആ ദൃശ്യങ്ങളുടെ അകമ്പടി എന്നത് ഈ ശബരിമലയിലെ തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ദൃശ്യങ്ങളാണ് എല്ലായിടത്തും. അത് പന്തളം വലിയ കോയിക്കൽ കൊട്ടാരം, ശാമ്പിക്കൽ കൊട്ടാരം എന്ന് പറയും. അവിടെ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരാണ്. അവരിതിനെ അനുഗമിക്കാറുണ്ട്. ഇത്തവണ ആ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു മരണം നടന്നതുകൊണ്ട് ഈ തിരുവാഭരണ ഘോഷയാത്രയിൽ പ്രതികളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, വളരെ ദൂരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങ് ദൂരെ, വളരെ ദൂരെ ആ തിരുവാഭരണ പേടകങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഓടിയാണ് വരുന്നത്. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു 6:30 ദീപാരാധനയ്ക്കുള്ള സമയമാകുന്നു. ആ സമയമാകുമ്പോഴേക്കും അല്ലെങ്കിലും ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഒരു അസാധാരണമായ വേഗമുണ്ട്. അത് നടന്നല്ല വരുന്നത്, ഓടിയാണ് വരുന്നത്. ആ ഘോഷയാത്രയെ അനുഗമിക്കുന്നവർക്കറിയാം. അവരിങ്ങനെ ഗുരുസ്വാമിമാരിങ്ങനെ ഇങ്ങനെ ശിരസിലേന്തി അതിൻ്റെ ആദ്യ പേടകം വരുന്നു. ഒരു പേടകം കടന്നു പോകുന്നു. ശരണം വിളികളാൽ ആ ആംബിയൻസിലേക്ക് നമുക്ക് പോകാം. തിരുവാഭരണ പേടകങ്ങൾ അങ്ങനെ സന്നിധാനത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. ആദ്യ പേടകങ്ങൾ അവിടേക്ക് എത്തി.
അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് പേടകങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നു. ഈ ദൃശ്യം ഒരു പക്ഷേ സന്നിധാനത്ത് പോയിട്ടുള്ളവർക്കറിയാം. അത് ശബരിമലയുടെ സന്നിധാനത്തെ ക്ഷേത്രത്തിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ആൽത്തറ നടപ്പന്തൽ ജനസഹസ്രങ്ങൾ അവർക്കിടയിലൂടെ ആ തിരുവാഭരണ പേടകങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഓരോന്നോരോന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൃത്തച്ചുവടുകൾ വെച്ചാണ് ഈ ജനസഹസ്രങ്ങൾക്കിടയിലൂടെ ആ പേടകങ്ങൾ കടന്നു വരുന്ന പ്രധാനപ്പെട്ട പേടകം. അത് ഗുരുസ്വാമി ഏറ്റുവാങ്ങി. അത് ഗുരുസ്വാമിയുടെ ശിരസിലുണ്ട്. അദ്ദേഹം ഇങ്ങനെ ശരണം വിളിച്ച് സ്വയം മറന്ന് ഗുരുസ്വാമി കുളത്തിനാൽ 18ാം പടി കയറുകയാണ്. ഒന്നാം പേടകം ശിരസിലേറ്റുന്നത് 81 വയസ്സുകാരനായ 6 പതിറ്റാണ്ടായി ഈ തിരുവാഭരണ ഘോഷയാത്രയിൽ തിരുവാഭരണ പേടകം ശിരസിലേറ്റുന്ന കുളത്തിനാൽ ഗംഗാധര പിള്ളയാണ് ഒന്നാം പേടകം തലയിലേറ്റുന്നത്, ആ ശിരസിലേറ്റുന്നത്. ആ പേടകമാണ് ഇതാ 18ാം പടിയിലേക്ക് വരികയാണ്. അനുജ്ഞ വാങ്ങിപ്പോയ സംഘം, തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ച സംഘങ്ങളെല്ലാം അവർ 18ാം പടി ചവിട്ടുകയാണ്. ഇനി സോപാനത്തിലേക്ക് അവിടെ കാത്തുനിൽക്കുന്ന തിരുമുറ്റത്ത് കാത്തുനിൽക്കുന്ന ദേവസ്വം ഭാരവാഹികളുണ്ട്, മന്ത്രിമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അവരെല്ലാവരും പൂമാലകൾ അണിയിച്ചുകൊണ്ട് ആ പേടകത്തെ, ഒന്നാം പേടകത്തെ സ്വീകരിക്കും. അതിനുശേഷം ആ പേടകത്തിലാണ് തിരുമുഖം ഉൾപ്പെടെയുള്ള തിരുവാഭരണങ്ങൾ അത് സോപാനത്തിലേക്ക് കൈമാറും. ദൃശ്യങ്ങളിലേക്ക് നടപ്പന്തലൊക്കെ കടന്ന് 18ാം പടി ചവിട്ടുകയാണ്. ഇവിടെ നിന്ന് അനുജ്ഞ വാങ്ങിപ്പോയ ആ സംഘം. അവർക്ക് പിന്നിലായി തിരുവാഭരണ പേടകങ്ങളുടെ ആ പുഷ്പവൃഷ്ടി നടത്തിയാണ് ഭക്തർ ആ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ ഈ തിരുവാഭരണ പേടകങ്ങളിലേക്ക് ഒരു നുള്ളു പൂവിടുന്നതിന്, അത് തൊട്ട് തൊഴുന്നതിന് വേണ്ടി അങ്ങനെ ഏറ്റവും ഉയരത്തിലൊക്കെ നിന്ന് ആളുകൾ വളരെ വിഷമിച്ച് ഒക്കെ അതിൽ തൊട്ടു വണങ്ങുന്നത് കാണാം. ഈ തിരുവാഭരണ പേടകങ്ങൾ പല ക്ഷേത്രങ്ങളിൽ ഇതിനിടയിൽ നോക്കൂ, ഞാൻ പറഞ്ഞതുപോലെ നമുക്കറിയാം ഈ പുഷ്പവൃഷ്ടി പൂമാലകൾ കൊണ്ട് പൊതിഞ്ഞ് ആ കാഴ്ച വളരെ ഭക്തി പ്രഹർഷത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. അതിൻ്റെ ആരവത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. ദീപാരാധനയ്ക്കുള്ള സമയമാകുന്നു. ശ്രീകോവിലിലേക്ക് സോപാനത്തിലേക്ക് പോകും. സാധാരണ നമ്മൾ ദർശനത്തിന് പോകുന്ന വഴിയിലൂടെ അല്ല ശ്രീകോവിലിലേക്ക് നേരെ, അതായത് നാലമ്പലത്തിന് മുന്നിലുള്ള ആ പ്രധാനപ്പെട്ട ആ നടയിലൂടെ, നടയിലൂടെ തന്നെയാണ് അകത്തേക്ക് കടക്കുന്നത്. ശ്രീകോവിലിന് സമീപം ഏറ്റുവാങ്ങുകയാണ് ആ ക്ഷേത്രത്തിൻ്റെ പുരോഹിതരടങ്ങുന്ന സംഘം. മേൽശാന്തി, തന്ത്രി, അവരെയൊക്കെ കാണാം. ആ പ്രധാനപ്പെട്ട ആ തിരുവാഭരണ പേടകം അകത്തേക്ക് ശ്രീകോവിലേക്ക് കൊണ്ടുപോയി നടയടയ്ക്കുകയാണ്. സോപാന സംഗീതം അവിടെ മുഴങ്ങുന്നു. ദീപാരാധന സമയത്ത് പ്രത്യേക പൂജകളൊക്കെ നടക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ അത് മണിനാഥം മുഴങ്ങി ക്ഷേത്രനട അടയ്ക്കുകയാണ്. ഇപ്പോൾ ദീപാരാധനയ്ക്കുള്ള സമയം ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സോപാന സംഗീതം അവിടെ മുഴങ്ങുകയാണ്. ഈ സോപാന സംഗീതത്തിന് ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങൾക്കകത്ത് പാടാൻ അനുവദിക്കുന്ന ഒരു കലാരൂപമാണ്. അതിനൊരു പ്രത്യേകത കൂടിയുള്ളത്, അത് ആ വാദ്യോപകരണത്തിന്റെ സ്വഭാവം തന്നെയാണ്. അത് നമ്മളുടെ അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ഒരു ആന്തരിക സ്വഭാവത്തെ അതിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു വാദ്യോപകരണമാണ് എന്നാണ് പറയുന്നത്. അതിന്റെ രൂപകൽപ്പന തന്നെ അങ്ങനെയാണ്. അതിൽ പ്രത്യേക തരത്തിൽ കൈ സ്പർശിച്ച് അതിൽ ഒരു കൈ കൊണ്ട് വളരെ പതിയെ കൊട്ടുകയാണ്. അപ്പോൾ അതിലെ ഈ വായുവിൻ്റെ സഞ്ചാരമൊക്കെ പ്രധാനപ്പെട്ടതാണ്. അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കും അത് പഠിച്ചിട്ടുള്ളവർക്കും അറിയാം. ആ നിലയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അതിന് ആ വാദ്യോപകരണത്തിന് പോലും പ്രത്യേകതയുണ്ട്.